ഹായ് കർണാട്ടാ. ഓക്കെ, എന്നിട്ട് എടി പോയില്ല. ഭക്ഷണം കഴിക്കില്ലേ? ഉച്ചക്കത്തെ ഭക്ഷണം റെസ്റ്റ് എടുക്കലാണ്. അപ്പോൾ ഞാൻ നിങ്ങളൊന്ന് കാണുകയും നിങ്ങളെ കൃഷിയെല്ലാം ഒന്ന് കാണാമെന്ന് ചോദിച്ചിട്ട് ആയിക്കോട്ടെ. പിന്നെ നാരൻ കൃഷിയെല്ലാം ഇഷ്ടംപോലെ അവിടെ നാരങ്ങ ഉണ്ടായിട്ടുണ്ട്. നമുക്കതൊന്ന് നോക്കാം. കർണാടകനെ ചോദിക്കാം. ഞാൻ കർണാടകത്തിൻ്റെ അടുത്ത് ഇഷ്ടംപോലെ നാരങ്ങ ഉണ്ടായിട്ടുണ്ട്. ഒരുപാട് ആൾക്കാർക്ക് ഇവിടെയൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇനി കൂടുതലില്ല, കുറച്ചേ ഉള്ളൂ. ഇനി ചെടിയിൽ കുറച്ചേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നാലും നമുക്കതൊന്ന് നോക്കാം. എന്നാൽ കർണാടകനെ ഈ കൃഷിയെ പറ്റി ചോദിക്കാൻ ആരെങ്കിലും അതിൻ്റെ മണ്ണുള്ള ഒരു മണ്ണുള്ള നാരങ്ങ ഇത് നല്ല പഴുത്ത നാരങ്ങയാണ്. അപ്പോൾ എങ്ങനെയാണ് ഈ നാരങ്ങ ഇവിടെ ഇങ്ങോട്ട് താഴ്ത്തു തന്നു? കർണാടകനോട് തന്നെ നമുക്ക് ഈ നാരങ്ങ മാതള നാരങ്ങയാണ്. ഈ മാതള നാരങ്ങേൻ്റെ കൃഷി എങ്ങനെയാണ്? അതിൻ്റെ തൈയാണോ നടുന്നത്, അല്ല പിന്നെ ഇതിൻ്റെ കമ്പാണോ നടുന്നത്? എങ്ങനെയാണ് കർണാടക? തയ്യാൻ നട്ടാലോ? അതെയാ, നമ്മൾ തയ്യാണ്. കൊമ്പ് നട്ടാലുണ്ടാവും. ഏതാ കൂടുതൽ വേഗം ഉണ്ടാകുന്ന കൊമ്പ് നട്ടാലുണ്ടാവും. കൊമ്പ് നട്ടാൽ അപ്പോൾ എത്ര വർഷം കൊണ്ട് നമുക്ക് ഈ തൈ നട്ടാൽ 2 വർഷം ഏകദേശം വേണം. 2 വർഷം. ഇത് കാര്യമായിട്ട് നമ്മൾ അച്ചാറ്, പിന്നെ മണ്ണാത്തിൽ ഗണപതി ക്ഷേത്രത്തില് കാര്യമായിട്ട് ഉപയോഗിക്കുന്നതാണ്. പിന്നെ കല്യാണത്തിന് കറിവെക്കൽ, നാരങ്ങ കറി, അച്ചാറല്ല. ഏറ്റവും നമ്മളെ കേരളത്തിലെ ഏറ്റവും നല്ല ഉത്തമമായ നാരങ്ങക്കറി. സദ്യക്ക് ഏറ്റവും നല്ലത് ഈ മാതള നാരങ്ങയുടെ കറിയാണ്. അതാണ് ഏറ്റവും. അതുപോലെ കിട്ടില്ല. ഇല്ല അല്ലേ? മാതള നാരങ്ങന്റെ അച്ചാറ്, നാരങ്ങ കറി തന്നെ, അതാണ് ഏറ്റവും സദ്യക്ക് ഉത്തമമായിട്ടുള്ള. അച്ചാറിനേക്കാൾ കൂടുതൽ നാരങ്ങ കറിയായിട്ടുള്ള അതാണ് ഏറ്റവും ഉത്തമം. ഇനി നമുക്ക് ഇവിടത്തേക്ക് നോക്കാം. പഴുത്തിട്ടുള്ള നാരങ്ങ ഇവിടെ കർണാടക പറിച്ച് വെച്ചതാണ്. ഈ ഒരു നാരങ്ങ നല്ല വണ്ണമുള്ള ഒരു 1.5 കിലോ ഉണ്ടാകുന്ന ടൈപ്പ് നാരങ്ങ ഇത്. പിന്നെ ഇവിടെ ഇതിൻ്റെ മുകളിൽ ഒരുപാട് നാരങ്ങ ഉണ്ടായിട്ടുണ്ട്. ഈ വർഷം ഒരുപാട് നാരങ്ങ ഉണ്ടായി എന്നാണ് പറയുന്നത്. കുറേ ആൾക്കാർക്ക് ഇങ്ങനെ പറിച്ച് കൊടുത്ത് വരുന്ന ബന്ധുക്കൾക്കെല്ലാം ഇങ്ങനെ പറിച്ച് കൊടുക്കലാണ്. അപ്പോൾ അതുകൊണ്ട് കൂടുതൽ ഉണ്ടാകുന്നത് കൊണ്ട് വലുപ്പം കുറയും. ഒരുപാട് 1-2 ആണെങ്കിൽ അത്ര വലുപ്പം ഉണ്ടാവും. ഇവിടെ നാരങ്ങ, ഇവിടെയുണ്ട് നാരങ്ങ. ഇതിൻ്റെ ഉള്ളിലതാ നല്ല വലുപ്പമുള്ള നാരങ്ങ. ഇവിടെയുണ്ട്. ഇപ്പം തന്നെ മുകളിലും താഴെയൊക്കെ ആയിട്ട് ഒരു 10-25 നാരങ്ങ എല്ലാ ഭാഗത്തും ആയിട്ടുണ്ട്. ഇതൊക്കെ പറിച്ച് തീർന്നതാണ്. കണ്ടില്ലേ? പിന്നെ അവിടെയൊക്കെ ഉണ്ട്. അത് ഈ പച്ച കളറായതുകൊണ്ട് നമുക്ക് കാണാത്തതുമാണ്. അവിടെ ആ സൈഡിലൊക്കെ കണ്ടില്ലേ? ഇവിടെയൊക്കെ നല്ല നാരങ്ങ കൂടിയൊക്കെ വലുപ്പമുള്ളുണ്ട്. ഇതിൻ്റെ ഇല ശരിക്കും നോക്കിക്കോ. ഇതാണ് ഇതിൻ്റെ ഇല. കണ്ടില്ലേ? നാരകത്തിൻ്റെ ഈ ഇല ഇതാണ്. അപ്പോൾ കർണാടകനോട് ഒന്നുകൂടെ നമുക്ക് ചോദിക്കാം. പിന്നെ കർണാടക ഈ കൃഷി മേഖലയിൽ ഇറങ്ങിയിട്ട് എത്ര വർഷമായിട്ടുണ്ടാവും ഏകദേശം? മേഖലയിൽ ഇറങ്ങിയിട്ട് ഒരു 76 ഒരു 50 വർഷത്തിന് മേലെയായിട്ട് ഉണ്ടാവും. ഉണ്ടാവും. അല്ല 50 ആയില്ല, എനിക്ക് 71 വയസ്സാണ്. അതെ, 75 കൂട്ടിയാൽ തന്നെ ഏകദേശം 75, 25, 2000, 2025, 26 ആയല്ലോ. ഏകദേശം നമ്മളെല്ലാം സ്കൂൾ പഠിക്കുന്ന കാലം മുതലേ ഈ കൃഷിയിൽ ഏർപ്പെട്ടിട്ടുണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് അത്രയും വർഷത്തെ പരിചയമുണ്ട് പരിചയത്തിൽ. പിന്നെ ഇത് മാത്രമല്ലാണ്ട് ഈ നാരങ്ങ, അതുപോലെ അപ്പുറത്തെ സൈഡ് സപ്പോർട്ടുണ്ട്. അത് കൂടാണ്ട് വേറെ തെങ്ങുണ്ട്, വാഴയുണ്ട്, എല്ലാതരം കൃഷികളും ഉണ്ട്. പിന്നെ മാവ് നല്ല ഒക്കെ ഉണ്ട് ഇഷ്ടംപോലെ. എന്നാൽ നമുക്കിവിടെ നോക്കാം. സപ്പോർട്ടുണ്ട് ഈ സൈഡിൽ, അതും കൂടെ ഒന്ന് നോക്കാം. സപ്പോർട്ട് നല്ല വേനൽക്കാലമാകുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും. നല്ല മണ്ണില്ല. കഴിഞ്ഞ ഇക്കൊല്ലം ചെറുതാണല്ലോ, ഒരുപാട് ഇത് മുകളിലാണ് ഉള്ളത്. കുറച്ച് മുകളിലായതുകൊണ്ട് നമുക്ക് തൊടാൻ പറ്റില്ല. ഇവിടെയൊക്കെ സപ്പോർട്ട ഇവിടെയൊക്കെ സപ്പോർട്ട് ഇഷ്ടംപോലെ ഉണ്ട്. പിന്നെ ഇത് വേറെ വാവലിന്റെ ശല്യം പഴക്കമൊക്കെ വരും. ഇപ്പൊ അന്നാല് വരുന്നുണ്ട്. എന്നിട്ട് ഇപ്പോഴത്തെ തന്നെ ടേസ്റ്റ് കുറവാണ്. മഴക്കാലാകുമ്പോൾ മടുക്കില്ല. മൂത്ത് വരുമ്പോൾ തന്നെ വാവല് വെക്കണം അല്ലേ?
അപ്പോൾ ഓക്കെ കരുണേട്ട, നമുക്ക് ഈ നാരത്തിൻ്റെ കൃഷിനെ പറ്റിയും സപ്പോർട്ടിനെ പറ്റിയൊക്കെ പറഞ്ഞു തന്നതിന് ഓക്കെ, താങ്ക് യു. നമുക്കിനി മറ്റൊരു ദിവസം നല്ലൊരു വീഡിയോ നിങ്ങളെ പഴവർഗ്ഗ വാഴയെല്ലാം നോക്കിയിട്ട് എടുക്കാം. ഓക്കെ, താങ്ക് യു.